പരുഷ സന്ധ്യയെ ചിരിച്ചു, മധ്യാഹ്ന സന്ധ്യയെ ജ്വലിച്ചു, സായം സന്ധ്യയെ കഴുകി, ത്രികാല സന്ധ്യ പോൽ നിൻജന്മം നീ തൊട്ടുണർത്തി. ഹൃദയ പൂക്കളിൽ നിറയുന്ന മധുവും മണവും അറിയാതെ ഒളിപ്പിച്ചു വെച്ചോ കാലം. നീ പോവുക നിൻ വഴിയേ, സഫലമീ യാത്ര, സഫലമീ യാത്ര. സ്വർഗദൂതിക നീ, ഭൂമിപുത്രി സർവം സഹേ. കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ, കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ. അവരുടെ പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ ഏറ്റവും എളുപ്പം അവരുടെ കേസുകൾ ഏറ്റെടുത്ത് അവരുടെ വക്കീലാവുകയാണ് വേണ്ടത്. ലച്ചുവിനെ പോലൊരു ജൂനിയറെ കിട്ടിയത് എന്റെ ഭാഗ്യ. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ലച്ചു വലിച്ചെറിഞ്ഞ പദവിയാ. അതിലൊന്നും കാര്യമില്ല മാഡം. അതിനേക്കാൾ എത്രയോ മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അത് തന്നെയാ ഞാൻ കരുതുന്നത്. പിന്നെ ലച്ചു മാരീഡ് അല്ലെന്നറിയാം. കൂടെ ആരാ ഉള്ളത്? അമ്മയുണ്ട്. അച്ഛൻ? അച്ഛനില്ല. അമ്മ എവിടെ ഉണ്ട്? ജസ്റ്റിസ് തമ്പി സാറാണ് എന്റെ വഴികാട്ടി. സാറിന്റെ വീട്ടിലെ അമ്മയുള്ളത്. ഇനി ഇവിടെ ഒരു വാടക വീട് കിട്ടുമെന്ന് നോക്കണം. എന്നിട്ട് അമ്മ ഇവിടെ കൊണ്ടുവരണം. അതിനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. ലച്ചുവിനെ ഞാനൊരു കേസ് ഏൽപ്പിക്കാം. ഒരു ആദിവാസി പെൺകുട്ടിയുടെ കേസാ. മല്ലി എന്നാണ് അവളുടെ പേര്. ലച്ചു കാര്യങ്ങൾ പഠിച്ച ശേഷം കേസ് ഏറ്റെടുത്താൽ മതി. താങ്ക് യു മാഡം. ആ കുട്ടിയെ കാണുകയും സംസാരിക്കുകയും ചെയ്യാം. തൊഴിലിടത്തിലെ ചൂഷണത്തിനെതിരെ നിന്നതിന് ജോലി നഷ്ടപ്പെട്ടു പോയതാ. ഒരു കഥ അവൾക്കും പറയാനുണ്ടാവും. മാഡത്തിനെ പോലൊരാളുടെ അടുത്തെത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. വിശാഖിനെ അറിയോ? ആ, ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് മാഡം. വിശാഖ മാഷിനെ കാണുന്നത് നന്നായിരിക്കും. ഞാനും പുള്ളിക്കാരനോട് സംസാരിക്കാം. എനിക്കിന്ന് 3 മണിക്കൊരു പ്രോഗ്രാം ഉണ്ട്. ഇനി നമ്മൾ 3 പേരും ഒന്നിച്ചാണ്. സമയം കിട്ടിയാ നമുക്ക് വൈകുന്നേരം കാണാം. കേസ് നന്നായി പഠിക്കണം. പിന്നെ വൈശാഖിനെ കാണാൻ മറക്കണ്ട. ഓക്കെ മാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എനിക്കറിയാമായിരുന്നു സുധീർ എൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന്. ലീഡറുടെ വാക്ക് കേട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കാൻ പോയിട്ട് സീറ്റ് തന്നതുമില്ല. എന്റെ രാഷ്ട്രീയം കനകരാജ് ഇവിടെ മത്സരിച്ച് തോറ്റുപോയെങ്കിലോ? അതിനേക്കാളും നേട്ടം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കനകരാജിനെ കാണാവുന്നത് എന്തിനാണെന്ന് ഞാൻ പറയണോ?
നമ്മൾ തമ്മിലുള്ള ഇടപാട് തീർത്തിട്ടല്ല ഞാൻ പോയത്. ഉം. ഇവിടോട്ട് കനകരാജിന് എൻട്രി കിട്ടിയത് ഞാൻ കാരണമാണെന്ന് മറക്കരുത്. എന്താ എന്നോട് ഇടയാനാണോ താൻ വന്നത്? എടോ, എന്നെ പോലെ പലരെയും താനും തന്റെ ലീഡറും നിങ്ങളുടെ കാര്യസാധ്യത്തിന് ഇവിടെ കൊണ്ട് ഇറക്കിയതാ. ആ, അവരൊക്കെ എവിടെ പോയി സുധീറെ? ഉം. എനിക്ക് ഈ മണ്ണിൽ വേരിറക്കാൻ കഴിഞ്ഞത് എന്റെ മിടുക്ക്. ഗിരിപുരത്തെ ഊരില് നേരെ എപ്പ പുലരണമെന്ന് തീരുമാനിക്കുന്നത് ഈ കനകരാജ. ഇവിടെ ഉള്ളവർ എന്തനുഭവിക്കണമെന്ന് ഞാൻ നിശ്ചയിക്കും. പുറത്തു നിന്നാരും ഗിരിപുരത്ത് കാല് കുത്തില്ല. കൊടുക്കേണ്ടവർക്ക് കൊടുത്തും ഒതുക്കേണ്ടവരെ ഒതുക്കിയും ഞാൻ നേടുന്നതിന്റെ ഒരു വിഹിതം കൃത്യമായി എത്തിച്ചു തരുന്നില്ലേ? എന്നിട്ടും മലയിലെ കൃഷി നമ്മുടെ കൂട്ടുകച്ചവടമാണ്. അത് ഏതാണ്ട് വിളവെടുപ്പായി. ഞാൻ വന്നത് അതിനുവേണ്ടിയാ. പങ്ക് കച്ചവടത്തിൽ കനകരാജ് ചതിക്കില്ല. താൻ വന്നില്ലെങ്കിലും കൃത്യമായ വിഹിതം ഞാൻ എത്തിച്ചു തരുമായിരുന്നു. ഉം. വന്ന സ്ഥിതിക്ക് ചരക്ക് പുറത്തു പോകുന്നവരെ താൻ ഇവിടെ നിന്നോ. ആ, വിശ്വാസക്കുറവ് തനിക്കുണ്ടെന്ന് എനിക്കറിയാം. വിശ്വാസക്കുറവൊന്നുമല്ല. മലയിൽ വിളഞ്ഞത് കോടികളുടെ ഒന്നാം തരം മുതലാ. ഈ ഒരു തവണ കൂടിയേ കഞ്ചാവ് കൃഷിക്ക് ഞാൻ കനകരാജിന്റെ കൂടെ ഉള്ളൂ. പിന്നെ എല്ലാം കനകരാജിന്റെ മാത്രം നിയന്ത്രണത്തിലാ. തിരഞ്ഞെടുപ്പിന് സീറ്റ് കിട്ടിയില്ലെങ്കിലും പാർട്ടിയിൽ നല്ലൊരു പദവി ഞാൻ നേടിയിട്ടുണ്ട്. അത് കനകരാജിന് ഉപകരിക്കും. അപ്പൊ നേതാവിന്റെ വഴിക്കെത്തി താനും. അല്ലേലും തനിക്ക് ഈ ബിസിനസ്സിലൊക്കെ വലിയ പേടിയാണോ? രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നത് തന്നെയാ സുധീര നിനക്ക് നല്ലത്. ആ, ഇവിടെ നിന്നൊരു ഫണ്ട് നിനക്ക് കിട്ടുകയും ചെയ്യും. കൈ നനയാതെ മീൻ പിടിക്കാലോ. ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞാലും ഈ നാടിന്റെ സ്ഥിതി ഇങ്ങനെ തന്നെയാ. ഉം. ഇടയ്ക്ക് ആ വിശാഖം മാഷും അഡ്വക്കേറ്റ് അഖിലയും ചില തലവേദനകളായിട്ട് വരും. തന്നെ അതൊന്നും ബാധിക്കാൻ പോകുന്ന കാര്യങ്ങളേ അല്ല. ഗിരിപുരത്ത് ഊരിൽ നിന്ന് എനിക്കെന്ത് കിട്ടാനാ? മലയിൽ നിന്ന് ചരക്ക് കൊണ്ടുപോകേണ്ടത് ഊരിലൂടെയാ. പിന്നെ കൃഷിക്ക് ആവശ്യമായ പണിക്കാരെ രണ്ടും കനകരാജന്റെ കയ്യിൽ നിൽക്കും. മെഡിക്കൽ ക്യാമ്പ് നടത്താമെന്നവര് നടത്തിയിട്ട് പോട്ടെ. ഗിരിപുരത്തെ പ്രശ്നങ്ങൾ ഇടയ്ക്കിടെ ചില മീഡിയകളിലൊക്കെ വരുന്നുണ്ട്. അതിനൊക്കെ പിന്നിൽ ആ വിശാഖന. ഏത് വിഷയവും ഒരാഴ്ച, അതിനപ്പുറം ആയുസ് ഉണ്ടാവില്ല. ഉം. വിശാഖിനെ ഇതുവരെ തീർത്ത് കളയാത്തത് ആ ലീഡർ പറഞ്ഞിട്ടാ. അവനൊരു സമയം ഞാൻ കുറിച്ചിട്ടുണ്ട്. താമ്പാ, നമുക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് പോവാം. ആ, ഇവിടെ നിന്ന് പോയ പെൺകുട്ടികളെ കുറിച്ച് അന്വേഷണം ഉണ്ടാകുമെന്ന് ലീഡർ എന്നോട് പറഞ്ഞു. അന്വേഷിക്കട്ടെ. അവരെ കൊണ്ടുപോയത് ഞാനാണെന്ന് ഇവിടെ ആർക്കും തെളിയിക്കാൻ പറ്റില്ലല്ലോ. താൻ വാടും. വിശാഖ മാഷല്ലേ? അതെ. ശ്രീലക്ഷ്മി IAS അല്ലേ? അതെ. ആ. മാഷിനെ എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി. മാഷിന്റെ കവിതകളും സ്പീച്ചും വീഡിയോസ് ആയിട്ട് ഞാൻ നെറ്റിൽ കണ്ടിട്ടുണ്ട്. ആ, വിശാഖ മാഷ് എത്തിയോ? നിങ്ങൾ പരിചയപ്പെട്ടില്ലേ? ആശ്ചര്യം പോലെയല്ലേ ശ്രീലക്ഷ്മി IAS നമ്മുടെ ഇടയിലേക്ക് വന്നത്. നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണെങ്കിലും ഞങ്ങള് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാനിപ്പോ കർമ്മം കൊണ്ട് ഈ നാട്ടുകാരന് ഞങ്ങളുടെ നാട്ടിലേക്ക് ശ്രീലക്ഷ്മി IASന് സ്വാഗതം. ഞാൻ എല്ലാരോടും പറയുന്നത് ഈ ശ്രീലക്ഷ്മി എന്ന പേരിനേക്കാളും എനിക്കിഷ്ടം ലച്ചു എന്ന വിളിയ. നിങ്ങളും അങ്ങനെ വിളിച്ചാ മതി. ശരി, ഗിരിപുരത്ത് ഇനി ലച്ചു എന്നുള്ള പേര് മതി. എന്റെ പേര് പലർക്കും നാവിൽ വഴങ്ങാതായി. ഒരുപാട് വേദനകൾ അനുഭവിച്ച മനുഷ്യനാണ് മാഷ്. ശത്രുക്കളുടെ ആക്രമണത്തില് ഗുരുതരമായ പരുക്കുകളോടെ ആശുപത്രിയിൽ കിടന്നിട്ടുണ്ട്. സുകന്യ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അല്ല, മാഷ് വിവാഹം കഴിച്ചിട്ടില്ലേ? വിവാഹം കഴിച്ചാ ഇവിടെ നിൽക്കാൻ പറ്റൂ ലച്ചു. ഇവിടെയുള്ള പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അത് തന്നെയാ എന്റെ ജീവിത സാഫല്യമായിട്ട് ഞാൻ കാണുന്നത്. ഇനിയിപ്പോ ലച്ചും കൂടി വന്ന സ്ഥിതിക്ക് നമുക്ക് പല മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് ശ്രമിക്കാം മാഷെ.
അവിവാഹിതരായ അമ്മമാരുടെ നാട് എന്നാണ് ഗിരിപുരം അറിയപ്പെടുന്നത്. എല്ലാം പെട്ടെന്ന് സാധിക്കാമെന്ന് വിചാരിക്കരുത്. ഉം. ഒരാളെങ്കിലും ഒരാൾ അയാൾക്ക് നല്ലത് ചെയ്യാൻ സാധിച്ച അത് നേട്ടമായി കാണണം. ഇവിടെയുള്ള പാവങ്ങൾ മദ്യ മയക്കുമരുന്ന് മാഫിയയുടെ കയ്യിലെ വെറും ചട്ടുവങ്ങളാണ്. പുരുഷന്മാരെ നമ്മൾ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും പുറത്തു കൊണ്ടുവന്നാ പിന്നെ ഇവിടെ അവിവാഹിതരായ അമ്മമാരും ഉണ്ടാവില്ല. ലച്ചു ഇങ്ങനൊരു വഴി തെരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ട്. കളക്ടറായിട്ട് സേവനം ചെയ്തതുകൊണ്ട് ലച്ചുവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മനുഷ്യരെ സ്നേഹിക്കുക, മനുഷ്യരുടെ കണ്ണീരൊപ്പുക, അവരുടെ വേദനയിൽ കൂടെ നിൽക്കുക, അതിൽ കവിന് എന്താ ഉള്ളത്? മാനവ സേവയാണ് മാധവ സേവ. മാഷ് ലച്ചുവിനൊരു വാടക വീട് ശരിയാക്കി കൊടുക്കണം. അതിനെന്താ, ഇവിടെ ഒരു KCB ഉദ്യോഗസ്ഥൻ താമസിച്ച വീട് അടുത്തുണ്ട്. അത് നമുക്ക് പരിചയമുള്ള ഒരാളിന്റെ. അത് ചോദിച്ചു വാങ്ങിത്തരാം. എനിക്ക് ഈ ഊരൊന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. അതിനെന്താ? എനിക്കൊരല്പം തിരക്കുണ്ട്, നിങ്ങൾ പോയിട്ട് വരൂ. ശരി. ശരി. വരൂ. ഇത് നീലിയുടെ വീടാ. ഈ ഊരിലെ സ്വതന്ത്ര ബോധമുള്ള ആദ്യത്തെ പെണ്ണെന്ന് പറയാം. അവൾക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. മറ്റുള്ള നാടുകൾ പോലെ തന്റെ ഊരും ഒരിക്കൽ മാറുമെന്ന് സ്വപ്നം കണ്ട് കഴിയുന്നവൾ. അവൾ അനുഭവിക്കാത്ത പീഡനങ്ങളൊന്നുമില്ല. നീലി, നീലി. എന്താ മാഷെ, ആരെയും വന്നിരിക്കുന്നേ? നീലി ഉള്ളിൽ താലോലിക്കുന്ന ഒരു സ്വപ്നമുണ്ടല്ലോ. ഒരു നാൾ ഈ ഊരിന് ഒരു രക്ഷകൻ അല്ലെങ്കിൽ രക്ഷക വരുമെന്ന്. ഒരാളെ കേട്ടറിഞ്ഞ് നമ്മുടെ ഗിരിപുരത്തേക്ക് വന്നിട്ടുണ്ട്. മാഷി പറയണത് മനസ്സിലാവണില്ല. ഈ കുട്ടി ആരാ മാഷെ? ഇത് കുട്ടിയല്ല. ഇതാരാണെന്ന് പറഞ്ഞ നീലി അമ്പരക്കും. ശ്രീലക്ഷ്മി IAS, തമിഴ്നാട് ജില്ലാ കളക്ടറായിരുന്നു. ആ പദവി വലിച്ചെറിഞ്ഞ് ഇപ്പോ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി വന്നിരിക്കുക. മാഷി പറയണത് സത്യമാണോ മാഡം? അതെ, ആദിവാസി അമ്മമാരുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള ആഗ്രഹമായിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾ എന്നെ സ്വീകരിക്കുമെങ്കിൽ. അയ്യോ, ഇങ്ങനെ ഒരാൾക്ക് വേണ്ടിയാ ഞങ്ങൾ എത്രയോ വർഷമായിട്ട് കാത്തിരിക്കണേ. അയ്യോ, ഇരിക്കാൻ നിക്കണേ. ഇങ്ങതാ ഇരിക്കെ. അല്ല, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ നീതി? അത് പിന്നെ മാഷേ, കുറച്ചുപേര് തേനെടുക്കാൻ കാട്ടിപ്പോയി, കുറച്ചുപേര് ഈറ്റ വെട്ടാൻ പോയി, ബാക്കിയുള്ളവരൊക്കെ ഇവിടെയും അപ്പുറത്തൊക്കെ ആയിട്ടുണ്ട്. ആരാടി പൊന്നു, കുത്തിയപ്പിന് വന്നാണോ? ഇത് നമ്മുടെ കളക്ടറാ. അയ്യോ, നിങ്ങൾ എന്നെ ലച്ചൊന്ന് വിളിച്ചാ മതി. ജില്ലാ കളക്ടറായിരുന്ന ആളാ. ജോലിയൊക്കെ വലിച്ചെറിഞ്ഞ് നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുക. അയ്യോ, എന്തിനാ ഈ നാട്ടിലേക്ക് വന്നത്? ഇവിടെ വന്നാൽ നശിച്ചു പോകും. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കാം. അഡ്വക്കേറ്റ് അഖില മാഡത്തിന്റെ ജൂനിയർ വക്കീലോടിയാ ഞാൻ. ഇനി താമസവും ഗിരിപുരത്ത് തന്നെയാവും. എനിക്കൊരു സ്വാർത്ഥ താല്പര്യവും ഇല്ല. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ കൊറേയുണ്ട്. ഈ മാഷ ഇവിടത്തെ കുട്ടികളൊക്കെ അക്ഷരം പഠിപ്പിച്ചത്. വൈകാതെ കൊറേ പേരങ്ങ് ചേർന്ന് സ്കൂൾ അടച്ചു പൂട്ടിച്ച്. നീലി വിവാഹം കഴിച്ചിട്ടില്ലേ? ഇല്ല മാഡം. നിങ്ങൾ എന്നെ മാഡം എന്ന് വിളിക്കണ്ട, ലച്ചു എന്ന് വിളിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞതല്ലേ.
നിങ്ങൾ സ്കൂള് തുറക്കുവോ? എന്റെ മക്കൾക്ക് പഠിക്കാനാ. ഞാൻ ശ്രമിക്കാം. ഇവര് നല്ല പാട്ടുകാരിയാ. ആഹാ, പാടുവോ? എത്ര കുട്ടികളാ ഉള്ളത്? 4 മക്കളുണ്ട്. പിന്നെ ഭർത്താവിന് എന്താ ജോലി? ഭർത്താവെന്ന് പറഞ്ഞ ഇവിടുത്തെ പല പെൺകുട്ടികൾക്കും ചൂണ്ടിക്കാണിക്കാൻ ആരുമില്ല. പുറത്തുള്ളവരുടെ വിനോദം എല്ലാം ദുരന്ത കഥകളാ. നിങ്ങൾക്ക് നിയമപരമായി എന്ത് ആവശ്യമുണ്ടെങ്കിലും ലച്ചുവിനോട് പറയാം. ലച്ചു ഒരു കളക്ടറായിരുന്ന ആളാണെന്ന് അറിയാലോ. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് നിങ്ങൾക്ക് വാങ്ങിത്തരും. ആ, ലച്ചു ഇനി മുതൽ ഇവിടെ അടുത്താണ് താമസിക്കാൻ പോകുന്നത്. ഏത് നിമിഷവും നിങ്ങൾക്ക് അവിടേക്ക് ചെല്ലാം. നിങ്ങളിൽ ഒരാളായിട്ട് ലച്ചുവിനെ കാണുകയും ചെയ്യാം. സാറേ, ഇതൊക്കെ വിശ്വസിക്കാമോ? ചേട്ടാ, ഒരു ലക്ഷ്യത്തിന് വേണ്ടി കളക്ടർ ഉദ്യോഗം വലിച്ചെറിഞ്ഞു വന്ന ഒരാളെ എന്തുകൊണ്ട് വിശ്വസിച്ചൂടാ? ആ, ഇവിടെ ചിലര് കുത്തിത്തിരിപ്പുണ്ടാക്കും. ശക്തമായ എതിർപ്പുമായി വന്നെന്നും വരും. നിങ്ങൾ ലച്ചുവിന്റെ കൂടെ നിൽക്കണം. നിന്നാ ഇവിടെ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് വൈദ്യുതി, കുടിവെള്ളം, സ്കൂള് അതൊക്കെ വേണ്ടേ? ലച്ചുവിന് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ചെന്ന് നിന്ന് നിങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിച്ചു തരാൻ കഴിയും. ലച്ചുവിന്റെ ബാച്ചിൽ IAS ട്രെയിനിങ്ങിനുണ്ടായിരുന്ന ആളാ ഇപ്പൊ ഇവിടുത്തെ കളക്ടർ. അങ്ങനൊരു മനസ്സ് മാഡത്തിനുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഊര് രക്ഷപ്പെടും. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നീ സംസാരിച്ചോണ്ട് നിൽക്കാതെ മാഡത്തിന് കട്ടൻ ചായ ഉണ്ടാക്കൊണ്ട് വാ. അയ്യോ, ഞാനത് മറന്നുപോയി. ഇപ്പൊ കൊണ്ടുവരാമേ. അല്ല, നമ്മള് ചായ കൊടുത്ത മാഡം കുടിക്കുവോ? അതെന്താ ഇവിടുത്തെ ചായ കുടിച്ചാല്? ഇത്തരം സംസാരങ്ങൾ ആദ്യം അവസാനിപ്പിക്കണം. ചായ എടുക്ക്. എനിക്ക് ഇതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. വിശ്വസിക്കാം. എന്നോട് വിശാഖ മാഷ് വരുന്ന വഴി നീലയെക്കുറിച്ച് പറഞ്ഞിരുന്നു. നീല ഒപ്പം നിന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള പെൺകുട്ടികളെ നമുക്ക് പുറത്തു കൊണ്ടുവന്ന് പഠിപ്പിച്ച് നല്ല ജോലി വാങ്ങിക്കൊടുക്കാം. നഴ്സ്, ഡോക്ടർ, പോലീസ്, ഇവരൊക്കെ നമ്മുടെ ഊരിൽ വേണ്ടേ? അവിവാഹിതരായ അമ്മമാർ ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതാണ് എന്റെ ലക്ഷ്യം. ഞാൻ ജോലി ഉപേക്ഷിക്കാൻ കാരണം അവിവാഹിതായ ഒരമ്മയും അവരുടെ 3 മക്കളുടെ മരണവുമാ. അവൾക്ക് വേണ്ടിയിരുന്നത് കുറച്ച് ഭൂമിയാ. അവളെ സഹായിക്കുന്നതിൽ നിന്ന് രാഷ്ട്രീയക്കാരനെ വിലക്കി. ഒടുവില് അവൾ മക്കൾക്ക് വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്തു. നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരാൻ കാരണം ആ സംഭവമാണ്. എനിക്ക് കരുത്ത് തരേണ്ടത് നീലയെ പോലുള്ളവരാ. നിങ്ങളൊപ്പം ഉണ്ടാവണം. ഞാനുണ്ടാവും. നമ്മളെ രക്ഷിക്കുമെന്ന ലച്ചുവിന്റെ പിന്നില് നമ്മൾ അണിനിരക്കും. ഞാനുണ്ടാവും. ഞങ്ങളുണ്ടാവും. ഞങ്ങളുണ്ടാവും. അവന്മാരെന്താ വൈകുന്നേ? താനൊന്ന് അടങ്ങടോ. ആ മലയിറങ്ങി വരണ്ടേ? ഒന്ന് കാത്തു നിന്നാൽ എന്താ? ലക്ഷങ്ങളുടെ മുതലിനാ അവന്മാരവിടെ കാവലെടുക്കുന്നത്. അത് തന്നെയാണ് എന്റെയും ടെൻഷൻ. കൃഷി വിളവെടുപ്പിനോട് അടുത്തുകൊണ്ടിരിക്കുക.
താൻ ആരെയാണോ ഈ പേടിക്കുന്നത്? നമ്മളറിയാതെ ഈ ഊരിലൊരു ഇല പോലും അനങ്ങില്ല. ഇവിടെ നിന്ന് ആരെങ്കിലും ഒറ്റിക്കൊടുത്താലല്ലേ എക്സൈസ് ആർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ. അതിനുള്ള തൻ്റെ ഇവിടെ ആർക്കാടോ ഉള്ളത്? ഒരു ഗുണമില്ലാത്ത ഒരുത്തനുണ്ടല്ലോ, വിശാഖം മാഷ്. അവൻ ഈ ഊരിലുള്ളിടത്തോളം കാലം നമ്മൾ പേടിക്കണ കനകരാജ. വിഷപ്പല്ല് പറിച്ചു വിട്ടവൻ ഇനി എന്ത് ചെയ്യും നടത്താൻ പറയണേ? ദേവന്മാർ വരുന്നുണ്ട്. ആഹാ, സാറുമാര് വന്നിട്ട് ഒരുപാട് സമയമായോ? എന്നും രാവിലെ നിങ്ങൾ വരുന്ന സമയം കഴിഞ്ഞല്ലോ കറമ്പ. എന്തു പറയാനാ സാറേ, ഇന്നലെ രാത്രി കൃഷിത്തോട്ടത്തിൽ കാട്ടാനയുടെ ശല്യം ഉണ്ടായി. കുറച്ച് ചെടികളൊക്കെ ഒടിഞ്ഞു പോയെന്നേ ഉള്ളൂ. കാട്ടിലെ കൃഷിയല്ലേടാ, കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. വിളവ് മോശമാവില്ലല്ലോ. കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയാ. ആ ദാ, ഇത് പിടിക്ക. കാശിത് മതിയല്ലോ. മതി സാറേ.